നമുക്കിന്നൊരു ഗ്രൂം ടു ബി കണ്ടാലോ? നമ്മുടെ ചിക്കുവിൻ്റെ ഗ്രൂം ടു ബി കേട്ടോ. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരോടെ ചേർന്നൊരു ഗ്രൂം ടു ബി. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച 4 മണിക്കാണെന്ന് കേട്ടോ പറഞ്ഞേ. ഞാനിവിടെ എൻ്റെ വീട്ടിൽ നിന്നൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും പോയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴോ സ്റ്റേജിന്റെ ഡെക്കറേഷൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ അന്നേരം കരുനാപ്പിളിലൊന്ന് പോയി കേട്ടോ. കല്യാണത്തിന് മറുവായ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് തന്നെ ആയിരുന്നു ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയും മലപ്പുറത്തുനിന്ന് വീട്ടിലോട്ട് വരുന്നത്. ഞാൻ ഡ്രസ്സ് എടുത്തോണ്ട് നിന്നപ്പോൾ തന്നെ ഇക്ക വിളിക്കുന്നുണ്ടായിരുന്നു. അവര് റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി, നീ അങ്ങോട്ട് വന്ന്. ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി അവരെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങ് വന്നു. അവർക്കൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങ് പോരുന്നു. ഏതായാലും ഞാനിങ്ങ് വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ മക്കളെല്ലാം ഭയങ്കര ത്രില്ലിലാട്ടോ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ ഫുൾ ത്രില്ലിലായിരിക്കും അല്ലേ. 3-4 ദിവസം ഒരു സെലിബ്രേഷൻ മോഡിൽ തന്നെ ആയിരിക്കും. ഇവിടെ ഗ്രൂം ടു ബിക്ക് എല്ലാവരുടെയും കോസ്റ്റ്യൂം ഒരു സ്കൈ ബ്ലൂ കളറായിരുന്നു. രണ്ട് വീട്ടുകാരും ഒരുമിച്ചിരുന്ന് പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഗ്രൂമിനെ കൊണ്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യിച്ച് ഞങ്ങളതങ്ങ് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ഫുൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഗ്രൂം ടു ബി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡാൻസും മേളമൊക്കെ കഴിഞ്ഞ് നമുക്ക് വിശപ്പൊക്കെ ആയി. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നല്ല ചൂട് പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ കുറുമയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ സുജാക്കായാണേ, ശോഭമ്മയുടെ ആങ്ങളെയാ. ആ പത്തിരിയുടെ ടെക്സ്ചർ കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഹൽദിയുടെ വിശേഷങ്ങൾ കണ്ടാലോ?